പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 2026 മൂന്നാമത്തെ മാസം വലിയ ദൈവപ്രവർത്തികളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി പ്രാപിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പുറംപറമ്പിൽ എറിയപ്പെട്ടതിനെ, മാറ്റി നിർത്തിയതിനെ, അതിനകത്തിനിയും ഉപയോഗമില്ല എന്ന് പറഞ്ഞ് മാറ്റിയതിനെ ഉപയോഗപ്രദമാക്കുന്നൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമുള്ള അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളൊരു ഭാഗമാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരു കുറവ് സംഭവിച്ച ഒരു ഭാഗത്തെ യേശു മുഖാന്തരം നിറവിലേക്ക് വരുന്നൊരനുഭവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവ് ശിഷ്യഗണങ്ങളോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുവിനെന്ന് പറഞ്ഞു. എന്നാൽ തൊട്ടു മുൻപാകെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശുവിനെ ക്ഷണിച്ചിരുന്ന ഗലീലായിലെ കാനാവിലെ ഒരു കല്യാണം. യേശുവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും എല്ലാം ഉള്ള കല്യാണത്തിൽ യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായ ഒരു വസ്തുത, വീഞ്ഞു പോരാതെ വരികയിൽ എന്ന് കണ്ടിട്ട് യേശുവിനോട് ചെന്ന് അവിടുത്തെ അവസ്ഥ പങ്കുവയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മയ്ക്ക്, മറിയയ്ക്ക് അറിയാം, ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾക്ക്, ശൂന്യതയ്ക്ക്, അതിനെ നികത്തുവാൻ മറ്റൊരു മാർഗമെന്ന് പറയുന്നത്, അതിനെ നികത്തുവാൻ യേശുവിനെ കൊണ്ടല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നിശ്ചയമായി മറിയയ്ക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കിയാണ് യേശുവിൻ്റെ അരികിലേക്ക് മറിയ ചെന്ന് പറയുന്നത്. 3-ാമത്തെ വാക്യം, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശുവിൻ്റെ മറുപടി വ്യത്യസ്തമായിരുന്നു. യേശു അടുത്ത പദ്ധതി പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറിയ യേശുവിനോടൊരാവശ്യം, വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യം പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി എൻ്റെ നാഴിക വന്നിട്ടില്ലെന്ന്. അപ്പം അതിനർത്ഥം മറിയ അറിയുന്നതിന് മുൻപേ, മറിയ അത് മനസ്സിലാക്കുന്നതിന് മുൻപേ അവിടുത്തെ ശൂന്യത എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു യേശുവിനെയാണ് നാം പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മറിയ അവിടെ മനസ്സിലാക്കിയത് വീഞ്ഞു പോരാതെ വരികയാൽ എന്നുള്ള അനുഭവമാണെങ്കിൽ, യേശു മനസ്സിലാക്കുന്നത് പോരാതെ വരികയല്ല, അല്പം കൂടെ ഉണ്ടല്ലോ. പോരാതെ വരികയാൽ എന്ന് യേശുവിൻ്റെ അമ്മ പറയുമ്പോൾ അടുത്ത പദം പറയുന്നത് വീഞ്ഞില്ല എന്ന യേശുവിൻ്റെ അടുക്കൽ പറയുന്നത്. എന്നാൽ മറിയ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറമായി യേശു അവിടുത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലർക്കും ഒരു ചോദ്യമുണ്ട്, എൻ്റെ അവസ്ഥ ആരും കാണുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥ ആരോട് പറയാനാ, എൻ്റെ അവസ്ഥ ആരോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും ആശ്വാസവാക്കുകൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതുവരെയായിട്ടും അതിനൊരു പ്രതിവിധി ഉണ്ടാകുന്നില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇവിടെ വളരെ വ്യക്തതയോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൂതാണ്. വീഞ്ഞു പോരാതെ വരികയാൽ എന്ന് മറിയ കണ്ടിട്ട് യേശുവിനെ അത് ധരിപ്പിക്കുമ്പോൾ യേശു പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ
യേശുവിൻ്റെ അരികിലെ വിഷയം മറിയ ചെന്ന് പറയുന്നതിന് മുൻപേ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ വചന കേൾവിയിൽ ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു. താങ്കളുടെ ഹൃദയത്തിനകത്ത് ഞരങ്ങിയത്, ഹൃദയത്തിനകത്ത് വേദനപ്പെട്ടത്, ഹൃദയത്തിനകത്ത് ഭാരത്തോടെ ആയിരുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് കൈയേറ്റിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാ വലിയ ഭാരമാണ് നാം ചുമന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാരത്തെ ചുമക്കാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട്. യേശുവിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട് കേട്ടോ. യേശു മറിയോട് പറയുന്നത് എൻ്റെ വിഷയമല്ല, അല്ലെങ്കിൽ അത് അവർ നോക്കേണ്ട കാര്യമാണ്. ആള് കൂടുതൽ വരുമോ ഇല്ലയോ എന്നൊക്കെ അവർ നോക്കേണ്ട കാര്യം, വ്യക്തിപരമായി അവർ നോക്കേണ്ട കാര്യമാണ്. അതെൻ്റെ വിഷയമല്ല എന്നല്ല യേശു പറയുന്നത്. എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ളൊരു സമയമുണ്ട് എന്ന്. ചിലരുടെ വിഷയത്തെ നോക്കി, ചില തലമുറകളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി, ചില ശുശ്രൂഷകന്മാരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അതേ താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം സോൺ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ തടുക്കുവാൻ, അതിനെ പിടിച്ചു നിർത്തുവാൻ, അതിനെ ഒതുക്കി നിർത്തുവാൻ ഉലക ചരിത്രത്തിൽ മറ്റൊരു ശക്തിക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിനോട് ആമേൻ പറഞ്ഞ് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ടൈം നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന സമയം ആഗതമായിട്ടുണ്ടെന്ന് ദൈവത്തിന് ഇഷ്ടം. എന്നിട്ട് താഴോട്ടുള്ള പദങ്ങളിൽ യേശു പറയുന്ന ഒരു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അകത്ത് നല്ല മിനുങ്ങിയ നല്ല പാത്രങ്ങൾ ഉണ്ടായിട്ടും യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരം കഴുകുവാനുള്ള പാത്രങ്ങളായി മാറ്റിയിരിക്കുന്ന പാത്രത്തിനകത്ത് വെള്ളം കോരി നിറയ്ക്കുവാൻ പറയുന്നു. അർത്ഥാൽ യഹൂദന്മാരൊഴിവാക്കി മാറ്റിയതിനെ യഹൂദന്മാർ പുറംപറമ്പിലേക്ക് മാറ്റിവെച്ചതിനെ സ്വർഗത്തിലെ ദൈവം കയ്യേൽക്കുമെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ പ്രൗഢിയുള്ളവർ, പണമുള്ളവർ, കഴിവുള്ളവർ, മഹിമയുള്ളവർ, മഹത്വമുള്ളവർ മാറ്റി നിർത്തിയതിനെ സർവശക്തനായ ദൈവം ചേർത്തു പിടിക്കുമെന്ന് ഈ ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യേശു പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്ക്. കാരണം എനിക്ക് ഉപയോഗിക്കാനുള്ളത് ഈ കൽപ്പാത്രങ്ങളെയാണ്. ഇവിടുത്തെ കുറവിനെ നിറവാക്കി തീർക്കുന്ന, ഇവിടുത്തെ ശൂന്യത എടുത്തു മാറ്റുന്ന, ഇവിടുത്തെ ഇന്നലെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന വീഞ്ഞിനേക്കാളും വീര്യം കൂടിയത് പകരുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പകരപ്പെടുന്ന ഒരു വീഞ്ഞു പുറപ്പെടുന്ന ആ കൽപ്പാത്രങ്ങളിലേക്ക് വെള്ളം കോരി നിറയ്ക്കാൻ പറയുകയാണ്. പ്രൈസ് ഗോഡ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ ചേർത്തു പിടിക്കുന്ന സമയമാകതമായി നമ്മെ ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈം കർത്താവ് വെളിപ്പെടുത്തും. ആരാ പറഞ്ഞ് നമ്മളെ ആർക്കും വേണ്ടെന്ന്? ആരോ പറഞ്ഞില്ലേ നമ്മെ വെറുതെ ഉപേക്ഷിച്ചെന്ന്, ഒരു കഴിവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിനെ ചേർത്തു പിടിക്കാൻ മാർവോട് ചേർത്തു പിടിച്ച് ഉപയോഗപ്രദകരമാക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ഉപേക്ഷിക്കപ്പെട്ടവനായിട്ടല്ല, ചേർത്തു പിടിക്കപ്പെട്ടവനായി നമ്മെ ദൈവം ഉയർത്തും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.